പമ്പ മണപ്പുറത്ത് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്താൻ ഒരുങ്ങുന്ന അഖിലലോക അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെയാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ വിമർശനം ഉന്നയിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ ലക്ഷ്യമിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ് പമ്പ മണപ്പുറത്ത് ഇത്തരത്തിൽ അയ്യപ്പന്മാരുടെ പേര് പറഞ്ഞ് നടത്താൻ ശ്രമിക്കുന്ന ഈ സമ്മേളനം എന്ന വിമർശനം ശക്തമാകുന്നു. കൊച്ചിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ തുടരുകയാണ്. അരുൺ, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്നത് ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ വലിയൊരു പരിപാടി പമ്പ മണപ്പുറത്ത് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാത്ത ദേവസ്വം ബോർഡിൻ്റെ നടപടി കൂടി ചർച്ച ചെയ്യേണ്ടതാണ് ഈ ഘട്ടം എന്നത്. കാരണം ഓരോ മണ്ഡലകാലവും കടന്നു വരുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങൾ ആ വിഷയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാറുണ്ട്. അയ്യപ്പന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇടത്താവളങ്ങളിൽ ഒരുക്കാറില്ല, ശബരിമലയിൽ ഒരുക്കാറില്ല. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഓരോ വൃശ്ചിക കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊന്നും ചെയ്യാത്ത ഒരു ദേവസ്വം ബോർഡാണ് ഇപ്പോൾ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ ഒരു വലിയ വിശാല സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങുന്നത്. അരുൺ, തീർച്ചയായും അതാണ് ഗൗതം ഏറ്റവും എടുത്തു പറയേണ്ടത്. ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നതാണ് സർക്കാരിനെ സംബന്ധിച്ചോളം, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രഥമമായ പരിഗണന നൽകുന്നത്. പക്ഷേ അതിൽ എത്രത്തോളം സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായി ഇടപെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. കാരണം നമ്മൾ ഓരോ വാർത്തകൾ പുറത്തു വിടുമ്പോൾ മാത്രമാണ് ആ ഒരു വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തുനിന്ന് വരുന്നത്. കോടാനുകോടി തീർത്ഥാടകരാണ് ഓരോ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും ഈ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകി എത്തുന്നത്. ഭക്തർക്ക് വേണ്ട യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവും ഒരു തരത്തിലും ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. വരുന്ന വഴികളിലടക്കം തീർത്ഥാടകരെ പിടിച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ വരുന്നു. തിരക്ക് നിയന്ത്രണങ്ങൾ പാളുന്നു. അതോടൊപ്പം തന്നെ കുടിവെള്ളം പോലും കിട്ടാതെ നരകയാതന അനുഭവിക്കുന്ന ഒരുപാട് അയ്യപ്പന്മാരുടെ ദൃശ്യങ്ങൾ നമ്മൾ പലതവണ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ്. അങ്ങനെ ശബരിമല തീർത്ഥാടനം എത്രത്തോളം സുഗമമാക്കാൻ കൃത്യമായ അവലോകന യോഗങ്ങൾ നടത്തി വിവിധ വകുപ്പുകൾ ഏകോപനങ്ങൾ നടത്തി കൃത്യമായി മുന്നോട്ട് പോകേണ്ട സർക്കാർ ഈ ഒരു വിഷയത്തിൽ തന്നെ കൃത്യമായി ഭക്തരോട് കാണിക്കുന്ന ഒരു അവഗണന അതൊക്കെ തന്നെ പലതവണ ചർച്ചയായിരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്തും കണ്ണിൽ പൊടിയിടുന്നതിനടക്കമുള്ള കൃത്യമായ ഒരു ഇടപെടൽ അല്ലാതെ കാര്യമായ ഒരു നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്തില്ല. അതിന് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നത്. ശബരിമലയുടെ സമഗ്ര വികസനം, അതോടൊപ്പം തന്നെ വരുന്ന ഭക്തർക്ക് കൃത്യമായി ദർശനം നടത്താനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഉൾക്കൊള്ളുന്ന ശബരിമല മാസ്റ്റർ പ്ലാൻ അത് വർഷങ്ങൾ കഴിഞ്ഞു. വലിയ രീതിയിലേക്ക് കൃത്യമായ രീതിയിലേക്ക് വിദഗ്ധരടക്കുന്ന സംഘം തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനാണ്. പക്ഷേ മാസ്റ്റർ പ്ലാൻ അടക്കം കൃത്യമായി നടപ്പാക്കുന്നതിൽ ഗുരുതരമായ ഒരു വീഴ്ച നടത്തുന്നു. അതോടൊപ്പം തന്നെ കേവലം ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് ശബരിമല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇടത്താവളങ്ങളിലടക്കം ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളിലൊക്കെ തന്നെ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാണ് അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോയി കൂടുതൽ തുക ശബരിമലയിലേക്ക് സമാഹരിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ശശികല ടീച്ചർ കൃത്യമായി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഭക്തരോട് നടത്തിയ ക്രൂരമായ ഇടപെടലുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കള്ളക്കേസിൽ കൊടുക്കുക, ശരണം വിളിക്കാൻ പോലും അനുവാദമില്ലാത്ത ഒരു ശബരിമല, അത് നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞ് കാണിച്ചു നൽകിയ ഒരു കാര്യമാണ്. ശരണം വിളിക്കുന്ന അയ്യപ്പ ഭക്തരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് പരമാവധി ഭക്തരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കുക, അയ്യപ്പൻ്റെ മണ്ണിലേക്ക് അയ്യപ്പൻ്റെ മുന്നിലേക്ക് എത്തുന്ന ഭക്തർക്ക് ഒരു തരത്തിലുള്ള സൗകര്യവും ഒരുക്കാതെ അവരെ എങ്ങനെ അറസ്റ്റ് ചെയ്ത് നീക്കാമെന്നുള്ള ഒരു സമീപനങ്ങളൊക്കെ തന്നെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ സർക്കാർ തന്നെയാണ് ഇവിടെ അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിചിത്രമായ വാദമായി ദേവസ്വം ബോർഡും ചേർന്ന് നടത്താനൊരുങ്ങുന്ന അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ ഗിമ്മിക്ക് എന്നാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ ആരോപണം. പരിപാടി നടത്താനുള്ള സർക്കാർ തീരുമാനം സംശയാസ്പദമാണ്. രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുന്നത് എന്നാണ് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്.